താരയൊരുങ്ങി ദീപം തെളിഞ്ഞു. ഒരു മനസ്സോടെ ഒരുമയിൽ ഞങ്ങൾ അണഞ്ഞിടുന്നു. ബലിയർപ്പിക്കാൻ വന്നിടുന്നു. ആരാധ്യൻ യേശുപര, ആരാധിച്ചിടുന്നു നിന്നെ ഞങ്ങൾ. ആരാധ്യൻ യേശുപര, ആരാധിച്ചിടുന്നു നിന്നെ ഞങ്ങൾ. ഒരു മനസ്സോടെ ഹല്ലേലൂയ പാടി നാമത്തെ നിത്യം ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. ഒരു മനസ്സോടെ ഹല്ലേലൂയ പാടി നാമത്തെ നിത്യം ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ദൈവമേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിച്ചു, എന്തെന്നാൽ അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവി ചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത്. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങൾ എപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിന് അനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുൾ ചെയ്യുന്നു, ജനതകൾ ഉണർന്ന് യഹോശാഫാത്തിൻ്റെ താഴ്വരയിലേക്ക് വരട്ടെ. അവിടെ ചുറ്റുമുള്ള സകല ജനതകളെയും വിധിക്കാൻ ഞാൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനാകും. അരിവാൾ എടുക്കുവിൻ, വിളവ് പാകമായിരിക്കുന്നു. ഇറങ്ങിച്ചവിട്ടുവിൻ, മുന്തിരിച്ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ നിറഞ്ഞൊഴുകുന്നു. അവരുടെ ദുഷ്ടത അത്രയ്ക്കും വലുതാണ്. വിധിയുടെ താഴ്വരയിൽ അതാ ജലസഞ്ചയം. വിധിയുടെ താഴ്വരയിൽ കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു വയ്ക്കുന്നു. കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ജനത്തിന് അഭയമാണ്, ഇസ്രായേൽ ജനത്തിന് ശക്തിദുർഗം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനെന്ന് നിങ്ങൾ അറിയും. ജെറുസലേം വിശുദ്ധമായിരിക്കും, അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുരവീഞ്ഞ് ഇറ്റുവീഴും, കുന്നുകളിൽ നിന്ന് പാൽ ഒഴുകും.
യൂദയായിലെ അരുവികളിൽ ജലം നിറയും. കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ട് ഷിത്തീം താഴ്വരയെ നനയ്ക്കും. യൂദയായിലെ ജനത്തോട് അക്രമം പ്രവർത്തിക്കുകയും അവരുടെ ദേശത്ത് വച്ച് നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തതുകൊണ്ട് ഈജിപ്ത് ശൂന്യമാവുകയും ഏദോം നിർജ്ജന ഭൂമിയാവുകയും ചെയ്യും. എന്നാൽ യൂദയായും ജെറുസലേമും തലമുറകളോളം അധിവസിക്കപ്പെടും. അവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യും. കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല. കർത്താവ് സിയോനിൽ വസിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവ് വാഴുന്നു. ഭൂമി സന്തോഷിക്കട്ടെ. ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. അല്ലേലൂയ, അല്ലേലൂയ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. അല്ലേലൂയ. യേശുവേ ഞങ്ങൾ പാടിടാം നിൻ പാവന സുവിശേഷം. യേശുവേ ഞങ്ങൾ പാടിടാം നിൻ പാവന സുവിശേഷം. അഖില ജനത്തിനു രക്ഷ പകർന്നൊരു സന്തോഷദായക സന്ദേശം. യേശുവേ ഞങ്ങൾ പാടിടാം പാവന സുവിശേഷം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. നിന്നെ വഹിച്ച ഉദരം ഭാഗ്യമുള്ളത്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ്. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ആത്മാർത്ഥമായ പ്രശംസ നല്ലതാണ്. പ്രശംസകളിൽ കുരുങ്ങിപ്പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. പ്രശംസ ഒരു കെണിയാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ പ്രശംസ നമ്മളെക്കുറിച്ചുള്ളത് കേട്ട് കേട്ട് നമ്മൾ അഹങ്കാരത്തിലേക്ക് വരും. അഹങ്കാരി എപ്പോഴും ഒരു തകർച്ചയിലേക്ക് വരുന്നതായിരിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മറിയത്തെ പ്രശംസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു സ്ത്രീ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു പ്രശംസാ വാക്കുകൾ. ആ സ്ത്രീ പറയുന്നത് എന്താണ്? പരിശുദ്ധ കന്യാശ്രീ മറിയം ഈശോയുടെ അമ്മ ഭാഗ്യവതി എന്നാണ്. യേശുവിനെ വഹിച്ച
മറിയത്തെ ഭാഗ്യവതിയെന്ന് പ്രശംസിച്ചു. സ്ത്രീ ഭാഗ്യവതി ആകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഭാഗ്യവതി, ഭാഗ്യവാൻ. നമ്മൾ കാണുന്നുണ്ട്, മറിയത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു. ഈ ലോകത്തിൽ ജന്മമെടുത്ത ആ നിമിഷം മുതൽ മറിയത്തിൻ്റെ മരണം വരെ ഈശോ നൽകിയിരിക്കുന്ന ദൈവിക രാജ്യത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. മറിയത്തിൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും ഈശോയ്ക്ക്, വചനമാകുന്ന ഈശോയ്ക്ക് സ്ഥാനം കൊടുത്തു. അതിലൂടെ ആദ്യ സക്രാരി ആയി മാറുകയാണ് ചെയ്തത്. നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം, ആ വാഗ്ദാന പേടകം സ്വർഗത്തിൽ നിന്ന് വന്ന ആ മന്നയെ സൂക്ഷിച്ചിരുന്നു. അതുപോലെ വചനമാകുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്ന കർത്താവായ ഈശോയെ സ്വന്തം ഉദരത്തിൽ വഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യാശ്രീ മറിയം. അങ്ങനെ വഹിച്ചുകൊണ്ട് ഉന്നതത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. നമ്മളും വചനം പാലിക്കുന്നവരായി മാറണം എന്ന് കർത്താവായ ഈശോ പറയുകയാണ്. വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം എങ്ങനെ അനുഭവിച്ചുവോ, ആ സാന്നിധ്യം എങ്ങനെ മറിയത്തിന് ഉത്തേജനം നൽകിയോ, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അതുപോലെ വചന സാന്നിധ്യം, കർത്താവായ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാനായിട്ടുള്ള ഉത്തേജനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. വചനത്തിൻ്റെ അധരസേവ നടത്തുന്നവരൊക്കെ കപടതയുള്ളവരാണ്. എന്നാൽ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഭാഗ്യവാന്മാരാണ്. അങ്ങനെ അവർക്കൊക്കെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. മറിയം അതിന് നമുക്ക് മാതൃകയാണ്, ഉദാഹരണമാണ്. മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും വചനം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് ഇതാ നമ്മൾ അർപ്പണത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വീഞ്ഞും ദൈവപിതാവിങ്കിലേക്ക് നമ്മൾ ഉയർത്തുന്നു. ഈ സമയത്ത് നമ്മുടെ ഓരോ ആവശ്യവും കർത്താവായ ഈശോയിലേക്ക് കൊടുക്കുക. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെല്ലാം, ഹൃദയത്തിൻ്റെ വ്യഥകളെല്ലാം ദൈവിക സന്നിധിയിലേക്ക് അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ഉയരട്ടെ. വചനമാകുന്ന കർത്താവായ ഈശോയിലൂടെ ഉയരട്ടെ. നമുക്ക് അർപ്പണഗാനം പാടാം. അപ്പവും വീഞ്ഞും ഈ അൾത്താരയിൽ അർപ്പിക്കുവാനാ ഞങ്ങൾ വന്നിടുന്നു. കരുണാമയനായ കർത്താവേ, സ്വീകരിച്ചിടേണമേ. പൂർണ്ണമായി കൈക്കൊള്ളണേ. അപ്പവും വീഞ്ഞും ഈ അൾത്താരയിൽ അർപ്പിക്കുവാനാ ഞങ്ങൾ വന്നിടുന്നു. കരുണാമയനായ
കർത്താവേ സ്വീകരിച്ചിടേണമേ, പൂർണ്ണമായി കൈക്കൊള്ളണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒന്ന് ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വീണ്ടലവും. ഹോസാന 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 ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഹോസാന 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 ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മുട്ടുകുത്താം. പരിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഉന്നതത്തിലെ ശക്തിയാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവാണ് നമുക്ക് ഉത്തേജനം തരേണ്ടത്, ശക്തി തരേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ എന്ന് ആവർത്തിച്ചു പറയാം. നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളെ സഹായിച്ചിട്ടുള്ള അനേകരുണ്ട്. അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരുടെ മേലും പരിശുദ്ധാത്മ കൃപ കടന്നു വരട്ടെ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ
അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും എല്ലാ വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം നമ്മളെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ള ചില വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പൂർവികന്മാരുടെ കടങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് തിരുശരീര രക്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നമ്മൾ നൽകുകയാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കുദാശയെ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരും ആയിത്തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും ശിരസ് നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.